ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈഡ് വൈസ് ആണ് ഗോൾഡിൻ്റെ പ്രൈസ് എങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും അതോടെ പാൾട്ട് കോയിൻസിൻ്റെ പ്രൈസും വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ഒന്നുമല്ല, സൈഡ് വൈസ് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച ഇന്ത്യൻ ടൈം വൈകുന്നേരം തൊട്ട് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഏകദേശം 3 മണി ഇന്ത്യൻ ടൈമിന് ശേഷം മാർക്കറ്റിൽ നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് ഗോൾഡിൻ്റെ അകത്ത്. അതനുസരിച്ച് ക്രിപ്റ്റോയിലും വേണമെങ്കിൽ മാറ്റം ഉണ്ടാകാം. ഇനി ഗോൾഡിൻ്റെ പ്രൈസ് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഒന്ന് ഡൗൺ എന്ന രീതിയിലോട്ടാണ് വീഴുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബിറ്റ്കോയിനും അതിനോട് പാൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബിറ്റ്കോയിന് അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കാലഘട്ടത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഒരു ടൈം ബെസ്റ്റ് പ്രോജക്റ്റ് ഏതാണോ, ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ഏതാണോ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ ഈസിയാണ്. കുറേ പേർ ബൈ ചെയ്യും, എന്നിട്ട് ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് ഹൈ ആവാത്തതുകൊണ്ട് അവർ സെല്ല് ചെയ്യും. എന്നിട്ട് വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൽ പോയിട്ട് സ്റ്റോക്കോ അതുപോലെ ഓപ്ഷൻ ട്രേഡിംഗ് ഇങ്ങനത്തെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും പോകുന്നത്. ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച്, നല്ല പ്രോജക്റ്റ്, നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ സൊളാനയൊക്കെ ഏകദേശം ഡൗൺ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ പോയതാണ്. ഇനി നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈ നോക്കി പോവുകയാണെങ്കിൽ സൊളാനയും അതോടെ പാൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം പുതിയ ഹൈയിലോട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും പലരുടെ കയ്യിലും ഏകദേശം ഒരു 70-60% വരെ ക്വാണ്ടിറ്റി ഹോൾഡിംഗ് ആണ്. ഹോൾഡ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിനൊക്കെ ഇനിയും ഹൈ ആവേണ്ടതായിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ ഇരിക്കുകയാണ്. വീണ്ടും പുതിയ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആൾട്ട് കോയിൻസ് വീണ്ടും പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇനി പലരും കേട്ടൊരു ഡൗട്ടാണ്, ക്രിപ്റ്റോയിൽ പുതുതായിട്ട് വരുന്ന ബിഗിനേഴ്സിന് ഇനി ബൈ ചെയ്യാമോ എന്നിട്ട്. ബൈ ചെയ്യാമോ എന്നിട്ട് കഴിഞ്ഞാൽ ബൈ ചെയ്യാം, വിഷയമൊന്നുമില്ല. പക്ഷേ റിസ്ക് എന്ന് പറയുന്നത് കൂടുതലാണ്. റിസ്ക് എന്തുകൊണ്ട് കൂടുതലാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഏകദേശം മാർക്കറ്റ് വീണ്ടും ക്രാഷിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ 300% 400% വീണ്ടും ഡൗൺ ആയിരിക്കും. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്. 300-400% വരെ മാർക്കറ്റ് വീണ്ടും ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ നിങ്ങൾ ബിഗിനറാണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും പ്രോജക്റ്റ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ അകത്തുള്ള റിസ്ക്. പക്ഷേ ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയ ഒരു 200 അല്ലെങ്കിൽ 300% മാത്രമായിരിക്കും ഇനി പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. ഓക്കെ, കാരണം ഏകദേശം ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എൻ്റർ ആകുമെന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രോജക്റ്റും ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ റിപ്പീറ്റായിട്ട് എൻ്റർ ആവാൻ സാധ്യതയുണ്ടെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് കാർഡിനോ 2022 ഡിസംബർ 2023 കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ഇതാണ്, മാർക്ക് ചെയ്ത ഇതാണ്. കണ്ടോ, ആവറേജ് ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ 0.20ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിനോ ബൈ ചെയ്യാമെന്ന് പറഞ്ഞ് 0.24ലും നിങ്ങളുടെ അടുത്ത് ഇവിടെ കണ്ടോ ബൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.24, 0.25, 0.30 ഒക്കെ കാർഡിനോ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2023 ജനുവരി. നിങ്ങൾ നോക്കുക, ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് നമ്മുടെ കാർഡിനോ എന്ന് പറയുന്ന $1 $32 ടച്ച് ആയത്. എത്ര വർഷം? 2 വർഷം വരെ കറക്റ്റായിട്ട് വേണ്ടി വന്നു നമുക്ക് അത്രയും ഹൈയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെയാണ് ഓരോ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 2 വർഷം വരെ ഹോൾഡ് ചെയ്തവർക്ക് എത്രമാത്രം പ്രോഫിറ്റ് ആണെന്ന് നോക്കുക. അതാണ് ക്രിപ്റ്റോയുടെ പ്രത്യേകത. അതുകൊണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് മാത്രം എൻ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഡോജി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഡോജി എന്ന് പറയുന്ന പ്രോജക്റ്റ് $1, അതുപോലെ തന്നെ ട്രോൺ $1 ഒക്കെ പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 0.06 തൊട്ടാണ് ബൈ ഞാൻ പറഞ്ഞത്. ഡോജി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഏകദേശം 0.48 വരെ പോയിട്ടുണ്ട്. $1 വരെ, 0.4, ചില 0.48, 0.47 ഓക്കെ, അത്രയും USD റേഞ്ച് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജിയൊക്കെ മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് തൊട്ടേ ചെയ്തു വരുന്നവരടുത്ത് മാർക്കറ്റ് ഹൈയിൽ പോയിരുന്നാലും ഡൗണിൽ വന്നിരുന്നാലും നിങ്ങൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് ഉറപ്പായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രാറ്റജീസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇനിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി മാക്സിമം
പെർപെച്വലി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഡോട്ടൊക്കെ ഏകദേശം 40 ഞാൻ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡോട്ടിൻ്റെ പ്രൈസ് ഏകദേശം കണ്ടോ $11 വരെ പോയിട്ടുണ്ട്. $11 ഏകദേശം $4 താഴേക്ക് ബൈ പറഞ്ഞതാണ്. ഏകദേശം $11 വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MXC ടോക്കൺ കണ്ടോ, MXC ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം 3.92 2.80 2.60 വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. $3 ആയിരുന്ന ടൈമും പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ടയും ഏകദേശം കണ്ടോ നല്ല രീതിയിൽ പ്രോഫിറ്റ് പലർക്കും വന്നിട്ടുണ്ട്. 0.62 ആണ്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അയോട്ടയുടെ ഒക്കെ പ്രൈസ് വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനീസ് ആപ്പും പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. $4 $3 റേഞ്ചിലൊക്കെ പറഞ്ഞാണ്. ഏകദേശം $19 വരെ പോയിട്ടുണ്ട് കേട്ടോ. ഇനീസ് ആപ്പ്, സുഷീസ് ആപ്പ് ഇങ്ങനത്തെ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാൻകേക്ക്സ് ആപ്പ് ഒക്കെ $1.5 പറഞ്ഞതാണ്. ഏകദേശം $4 വരെ നമ്മുടെ പാൻകേക്ക്സ് ആപ്പ് പോയിട്ടുണ്ട്. ഞാൻ അത് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ CSPR നമുക്ക് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ASD എന്ന് പറയുന്ന പ്രോജക്റ്റ്, അസെൻഡിയസ് എക്സ്ചേഞ്ചിൻ്റെ ടോക്കൺ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രോഫിറ്റ് ഇതുവരെ കിട്ടാത്ത പ്രോജക്റ്റാണ്. പക്ഷേ അതും ഏകദേശം 70-100% ഇന്നലെ എല്ലാവർക്കും പ്രോഫിറ്റ് എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത്, ഗേറ്റ് ടോക്കൺ ഏകദേശം ടോപ്പ് പോയത് 13 അതിനുശേഷം $12 എന്ന റേഞ്ചിലോട്ട് ഡൗണിലോട്ട് വന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ടോക്കണൊക്കെ ഈസി ആയിട്ട് $100 പോകാൻ സാധ്യതയുണ്ടെന്ന് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഏകദേശം $3 $3.5 തൊട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ പറഞ്ഞതാണ് ഗേറ്റ് ടോക്കണൊക്കെ. അതുകൊണ്ട് താല്പര്യമുള്ളവർ ലോങ് ടൈം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, CTയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. CTയൊക്കെ 0.025 തൊട്ട് പറഞ്ഞതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഷിബയ്ക്കകത്ത് കുറേ പേർ ഡൗട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഷിബയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷിബ നിങ്ങൾക്ക് USDT മാർക്കറ്റിൽ 1000 താഴെ എപ്പോഴും വന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കോടി ക്വാണ്ടിറ്റി ഷിബയെങ്കിലും ബൈ ചെയ്ത് ലോങ് ടൈമിന് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പണ്ട് ഞാൻ ഡോഗി 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി 2017 പറയുമ്പോൾ പലരും ചിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും ഡോഗിയുടെ പ്രൈസ് നോക്കുക, ഇതിനു മുമ്പേ ഡോഗി എത്രമാത്രം പ്രൈസ് പോയിട്ടുണ്ടെന്ന് നോക്കുക. ഷിബയും അതേ ഒരു റിപ്പീറ്റേഷൻ ആയിരിക്കും. 1 കോടി ക്വാണ്ടിറ്റി കൂടുതൽ നിങ്ങൾ ബൈ ഒന്നും വേണ്ട. 1 കോടി ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ഷിബ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് മറക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നെ മറക്കുക. നമുക്ക് അടുത്തൊരു ബുള്ളിൽ ഷിബ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഷിബയിൽ നിന്നും നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ട് കൊണ്ട് അത്രയും പമ്പെന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നാൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷിബ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മൊത്തം ട്രാപ്പായിരിക്കും. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇനിയായിരിക്കും കൂടുതലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ് ട്രേഡേഴ്സിന്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് കണ്ടോ, ഏകദേശം $1,04,000 വന്നിട്ട് പെട്ടെന്ന് ഡൗൺ എന്ന രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ചായി. 91,000 $90,000 വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഡൗൺ എന്ന രീതിയിൽ വന്നു. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആൾട്ടോകൺസിൻ്റെ പ്രൈസിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. പലർക്ക് ഈസി ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, പലരുടെ അക്കൗണ്ട് തന്നെ ചിലപ്പം വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 എപ്പോഴും പ്രോപ്പറായിട്ട് ട്രേഡേഴ്സ് കീപ്പ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമേ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സെൽ ഓർഡർ ആവറേജ് അനുസരിച്ച് ചെയ്ത് മാത്രം പോയാൽ മതി. ഈസി ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി XRP ഏകദേശം $2.87 വരെയാണ് വന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി 87 സെൻറ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് $5 വരെ XRP പോകും. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വീണ്ടും ഹോൾഡ് ചെയ്യാം. കുറേ പേരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 40% 50% XRP ക്വാണ്ടിറ്റി പലരും ഹോൾഡ് ചെയ്യുന്നുണ്ട്. $5 ആണ് ടാർഗറ്റ്. അതുവരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നാളെ വന്നിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് XRP വീണ്ടും ഡൗണിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുള്ളവരാണ്, ഒരു 50% XRP നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വീണ്ടും വന്നിട്ട് നിങ്ങൾ XRPയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൻ്റെ ബെസ്റ്റ് ആവറേജ് പ്രൈസ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക.